ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടും എൻ്റെ മുസ്ലിം സഹോദരങ്ങളും സഹോദരികളും ഇതൊന്ന് കാണണം. കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ചില മതപണ്ഡിതന്മാരെന്ന് പറയുന്ന ചില വേട്ടാവളിയന്മാരുണ്ട്. തലപ്പാക്കെട്ടും കെട്ടി വെള്ളയിട്ട് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വന്നിരുന്ന് കോപ്രായം കാണിക്കുന്ന കുറെ വൃത്തികെട്ട കൂതറകൾ. സത്യത്തിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി സംഘപരിവാറിൽ നിന്ന് അച്ചാരം മേടിച്ചിട്ടുള്ള മറ്റേ നമ്മുടെ സെപ്റ്റി ടാങ്ക് കീടാണവും ജാമിത എന്ന് പറയുന്ന ഒരു വേട്ടാവളിയത്തേക്കുണ്ടല്ലോ, ഇവരൊക്കെ ഇത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ അവർക്ക് ഇത് വലിയൊരു സന്തോഷം തന്നെയാണ്. സത്യത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വന്നു പോകുന്നത്. ഇസ്ത്യം പറയും എന്തൊക്കെയാണ് ഇവന്മാരി കാട്ടിക്കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ അൻസാരി സുഹരി ഉസ്താദും മറ്റൊരു സുന്നി പണ്ഡിതനും തമ്മിൽ, അതൊരു പൊതുവേദിയിൽ അൻസാരി സുഹരിയെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം സമുദായത്തെ പറയിപ്പിക്കുന്ന ഇത്തരം പ്രവണതകളോടും ഇത്തരം പ്രവൃത്തി കാണിക്കുന്ന ഏത് കൊണാണ്ടർമാരാണേലും അതിനോടൊന്നും നമ്മൾ യോജിക്കത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു നാറ്റക്കോയ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയനെ അറിയാമല്ലോ. ജനങ്ങളെ പറ്റിച്ച് ചൂഷണം ചെയ്ത് ജീവിക്കുക. അതായത് ഒരു കൊടിമരമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ നടുക്ക് അതിന് ചുറ്റും കിണറൊക്കെ കെട്ടി, എന്നിട്ട് ഈ കൊടിമരത്തിനകത്തൊരു കാക്ക വന്നിരിക്കും. ഈ കാക്ക ഭയങ്കര കറാമത്തുള്ള കാക്കയെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഭയങ്കര കറാമത്താ. അപ്പം അവിടെ വന്ന് വീഴുന്ന പണം, അതാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സഹോദരിമാരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ അൻസാരി സുഹരിയെ വെല്ലുവിളിച്ചിട്ടുള്ള ആ മതപണ്ഡിതൻ, സത്യത്തിൽ നിങ്ങൾ സ്വന്തം പല്ല് കുത്തി മണപ്പിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നിങ്ങളൊരു വഴിവെച്ച് കൊടുക്കുകയാണ് എന്നാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഇപ്പൊ ഈ റാത്തീബ് നടത്തുന്നത്, പാരായണം, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാറുണ്ട്. അതൊക്കെ വളരെ മാന്യമായ രീതിയിൽ റസൂലിനെ പുകഴ്ത്തിയും ഖുർആനിലെ വചനങ്ങളും ഒക്കെ ഓതി മറ്റുള്ളവർക്കൂടെ കാണുമ്പോൾ അത് ഒരു കൗതുകം തോന്നുന്ന രീതിയിലൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത്. ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ തള്ളിക്കയറ്റവും ഇവിടുത്തെ ഉസ്താക്കന്മാർ ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് പൂണ്ട് വിളയാടിയ. നിങ്ങൾക്കറിയാം, കുറച്ച് നാൾക്ക് മുമ്പ് ഈ നമ്മുടെ വാക്കവി എന്ന് പറയുന്ന ഒരു ഉസ്താക്കുണ്ടല്ലോ, പുള്ളിക്കാരനൊക്കെ പറയും ടി വി ഹറാമാണ്, മൊബൈല് ഹറാമാണെന്നൊക്കെ പറയും. ഇപ്പൊ പുള്ളി വന്നിട്ട് പറയുന്നത് രാത്രി 9 മണിക്ക് എൻ്റെ ലൈവ് ഉണ്ടാവും, അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ആ ലൈവ് കാണണം. കാരണം എന്താണ്? അതിലൂടെ പൈസ കിട്ടുന്നുണ്ട്. ഇപ്പം മറ്റേ മതപ്രസംഗവും പ്രഭാഷണമൊന്നും ആരും വെക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊരു പ്രത്യേക തരം ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് ഡാൻസ് അതൊന്ന് കണ്ടു നോക്കാം. കണ്ടിട്ട് നമ്മുടെ അൻസാരി സുഹരി, അതാണ് ഞാൻ പറഞ്ഞത്, മതപണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞത് ഇതായിരിക്കണം. ആത്മീയമായും ഭൗതികമായുള്ള വിദ്യാഭ്യാസം വേണം. സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം, സംസാരിക്കണം. അതാണ് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. മൗലാനാ യാ മൗലാനാ മൗലാനാ യാ മൗലാനാ മൗലാനാ യാ മൗലാനാ ശൈഖി ഗുരുവത്തോർ വലിയുള്ള ശൈഖി ഗുരുവത്തോർ വലിയുള്ള അല്ലാഹു ഹാലെ അല്ലാഹു നാലെ അല്ലാഹു ഷാഹിദ് അല്ലാഹു ഹാലെ അല്ലാഹു നാലെ അല്ലാഹു ഷാഹിദ് അല്ലാഹു. ഏത് ദീനത് എന്ത് ശൂന്യവൻ എടാ സുഹരി. എന്തോ എന്നെയും കൂടെ നിങ്ങളുടെ സുന്നി ചേർക്കുക, ഭയങ്കര ആഗ്രഹം. ഇപ്പം നിലവിലുള്ള സുന്നിപ്പട്ടൊന്നും പോരാ, നിങ്ങളുടെ സുന്നിപ്പട്ടം കിട്ടാൻ ഇത്രയൊന്നും തുള്ളാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എൻ്റെ കാല് ഭയങ്കര പ്രശ്നമുള്ളതാണ്, കാണിച്ച് പ്രശ്നമുള്ളത്, അതുകൊണ്ട് ഇത്രയും തുള്ളാൻ പറ്റില്ല. നന്നായിട്ട് തുള്ളിക്കണം കേട്ടാ. കാരണം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി നല്ല ഉറഞ്ഞു തുള്ളണം. കാരണം അറിയോ, ഈ കഴിഞ്ഞ വലിയ പെരുന്നാളിന് കഴിച്ച 10-40 കിലോ പോത്തിറച്ചെല്ലാം കൂടെ ഒന്നിച്ച് തിന്നിട്ടില്ലേ, അതെല്ലാം കൂടെ ദഹിക്കണം. നമുക്ക് ഇത്രയും തുള്ളലേ പാടും. നല്ല കാലേ കുത്തി കറങ്ങണം, ഒറ്റക്കാലേ കുത്തി ഇങ്ങനെ കറങ്ങണം, എന്നാലേ ദഹിച്ച് കിട്ടുള്ളൂ. ഞങ്ങളുമൊക്കെ ഷാദിൽ റാത്തീബ് കണ്ടിട്ടുള്ളവരെ ഇത് എന്തുകൊണ്ട് ഈ കാണിക്കുന്നത് അറിയാൻ വയ്യ. കുരുവട്ടൂർ വലിയുള്ളയാ ആരാണത് അറിയാൻ വയ്യത്തോണ്ട് ആരാ ഈ കുരുവട്ടൂർ വലിയുള്ള? എന്നോട് മേൽഘടകത്തിലെ പലരും വിളിച്ചിട്ട് പറഞ്ഞേ, പ്രധാനപ്പെട്ട ഉസ്താമാരെ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്നും പറയരുത്, അവർക്കെതിരെ ഒന്നും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സാഹചര്യങ്ങളാണ്, നിങ്ങൾ എന്നെ ഇനി വെടിവെച്ച് കൊന്നെന്ന് പറഞ്ഞാലും ഇതൊന്നും ഒരു കാലത്ത് ഉൾക്കൊള്ളാനെ കൊണ്ട് വഴിയില്ല, നിങ്ങൾ കൊന്നാലും ശരി. ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒരു സുന്നി പട്ടം നമുക്കാർക്കും വേണം. നമ്മൾ സുന്നി മരണം വരെ സമസ്തയുടെ ഉലമാക്കളുടെ പിന്നിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാനാണ് ആഗ്രഹം. പക്ഷെ ഇതൊന്നും കാട്ടിക്കൂട്ടിയതുകൊണ്ട് ഷാദുൽ റാത്തീബിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നത്, നിൻ്റെയൊക്കെ ഈ കാട്ടിക്കൂട്ടൽ എന്താണിത്? ഇത് കാണുന്ന ഈ ബഹുസ്വര സമൂഹത്തിൽ ഈ മനുഷ്യരിതൊക്കെ കാണുമ്പോഴേ അവർ അന്തം വിട്ടു പോവാണ്. മുസ്ലിമീങ്ങൾ തന്നെ അന്തം വിടുകയാണ്. പിന്നെ ബാക്കിയുള്ള അവസ്ഥ എന്ന് അറിയിച്ചു നോക്കി. എന്തോ ഈ കാണിക്കുന്നത്? നിങ്ങളുടെ ഷെയ്ഖിൻ്റെ അവസ്ഥയാണിത്.
അയാൾക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോ? വല്ല ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടോ? ഗ്യാസ് മുഴുവൻ പോയി കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതൊക്കെ വലിയ മഹത്വക്കൂടെ വഴിയാണെന്ന് പറയുക, രാവും പകലും വെല്ലുവിളിക്കുക. നിങ്ങളെ കബറടക്കും, നിങ്ങളെ കുഴിച്ചു മൂടും, നിങ്ങൾ അങ്ങോട്ടാക്കി കളയും. വേറെത്തുണ്ട് നിങ്ങളുടെ കൂടെ കുഞ്ഞായ്മത്. അതെന്താ ഇപ്പം സുഹരി എടാ സുഹരി എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നുണ്ട്. ഇപ്പം ആ ഒരു ഊക്കൊന്നും കാണുന്നില്ലല്ലോ. ഇനിയും വിളിക്കാൻ പറ. ബാക്കി 2 മീനും കൂടെ പൊരിക്കാണ്ട് എനിക്ക്. ഞാൻ 2 ഫ്രിഡ്ജ് മാറ്റി വെച്ചിരിക്കുക. അവൻ്റെയൊക്കെ ഒന്ന് പറയാൻ പറ, ബാക്കി ഞാൻ പറയാം. 4 ഭാഗത്തും നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ട് ഈ ആലിമീങ്ങളെ മുഴുവൻ തേജോവധം ചെയ്ത് നിങ്ങൾ അങ്ങനെ ആക്കി കളയും, ഇങ്ങനെ ആക്കി കളയും. പേഴ്സണൽ ഫേക്ക് സ്ത്രീകൾ അക്കൗണ്ട് ഉണ്ടാക്കി ഒന്ന് ചാറ്റ് ചെയ്യുക. ചാറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും പെണ്ണിൻ്റെ സ്വരം എന്തെങ്കിലും അങ്ങോട്ട് ഇട്ടിട്ട് അതിൽ നമ്മളെന്തെങ്കിലും കയറി പിടിക്കുകയാണെങ്കിൽ ഇതൊക്കെ അള്ളാൻ്റെ ദീനിന് വേണ്ടിയാണ്. എന്ത് ക്ലാപ്പാടാ ഇതൊക്കെ അള്ളാൻ്റെ ദീനിന് വേണ്ടി. ഇതൊക്കെ തൊരീക്കത്തല്ല നിൻ്റെയൊക്കെ. എൻ്റെ വാക്കിനെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നൊക്കെ തൊരീക്കത്താന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പം ഞങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ട് ഇസ്ലാം സുന്നത്തേമായത്തിന് പണ്ഡിതന്മാരെ വിമർശിച്ച പല തൊരീക്കത്തോടുണ്ട്. പക്ഷെ അവരൊക്കെ ആണെങ്കിൽ പോലും ഈ വിമർശനങ്ങൾക്കൊന്നും മുഖം കൊടുക്കാതെ അവരവരുടെ പാട്ട് നോക്കി പോണ്. നിങ്ങളെന്ത് തൊരീക്കത്താണിത്? പച്ച തെറി പറയുക അവനെ കുഞ്ഞമ്മനെ കൊണ്ട്. നിങ്ങളെന്താ വിചാരിച്ചത്? തേജോവധം ചെയ്താലും തെറി പറഞ്ഞാലും ബാക്കിയുള്ളവരൊക്കെ അതൊക്കെ ഇവിടുത്തെ പാവപ്പെട്ട ഉലമാക്കൾ ഉണ്ടാതിരിക്കും. നീയൊക്കെ പറഞ്ഞു നോക്ക്, നീയൊക്കെ നമ്മളെന്ന് പറഞ്ഞു നോക്ക്. ചീരമുളക് അറിയോ? ചീരമുളക് അതിൻ്റെ അതേ റിയാക്ഷൻ ആയിരിക്കും. നീ പറ, ആ കുഞ്ഞമ്മനെ കൊണ്ട് പറയുക, ഞാൻ 2 മീൻ കൂടെ ഫ്രിഡ്ജ് വെച്ചിരിക്കുക പൊരിക്കാൻ വേണ്ടി. ആ തുള്ളിക്കും, ചാടി തുള്ളിക്കും. മൗലാനാ യാ മൗലാനാ മൗലാനാ യാ മൗലാനാ മൗലാനാ യാ മൗലാനാ ശൈഖി ഗുരുവത്തോർ വലിയുള്ള ശൈഖി ഗുരുവത്തോർ വലിയുള്ള അല്ലാഹു ഹാലെ അല്ലാഹു നാലെ അല്ലാഹു. എന്താ പറയാ അല്ലേ? ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ. അങ്ങോട്ട് കയറിയട്ടെ, ചൂരലിനകത്ത് നന്നായിട്ട് എണ്ണ തേച്ച് അങ്ങോട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിനകത്ത് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അരയ്ക്ക് കീപ്പോട്ട് അടിക്കണം ഈ വേട്ടാവളിയന്മാരെ. സത്യം പറയാം, സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള കുറേ ജന്മങ്ങൾ. ഇവന്മാരൊക്കെ ഇങ്ങനെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. പിന്നെ മറ്റവരെടുത്തിട്ട് അതങ്ങ് കീറാൻ തുടങ്ങും. എന്ത് കോപ്രായി! ഇസ്ലാം ഇതൊക്കെയാണോ പഠിപ്പിച്ചത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ മതപണ്ഡിതന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു ഉസ്താദാണ് അൻസാരി സുഹരി എന്നുള്ളത്. നല്ല നോളജ് ഉള്ളൊരു മനുഷ്യനാണ്, നല്ല വിവരമുള്ളൊരു മനുഷ്യനാണ്. പുള്ളി അത് പറയുമ്പോൾ നമ്മളത് കേൾക്കണം. കാരണം നമ്മളുടെ വിശ്വാസം ഇതൊന്നും അല്ലെന്നേ. ഇതൊക്കെ ആർക്കോ വേണ്ടി ഈ സ്വയം പ്രഖ്യാപിത തങ്ങന്മാരായിട്ട് കുറേ ആൾക്കാരുണ്ട്. പിന്നെ എന്താ ഉലമാക്കളോ എന്താ കറാമത്തൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇതിനെ ചൂഷണം ചെയ്യുന്ന സ്ത്രീകളെയാണ് കേട്ടോ. അവർ കഴുത്തി കിടക്കുന്നതും കാതി കിടക്കുന്നതൊക്കെ ഇവൻ്റെയൊക്കെ ഈ കോപ്രായം കാണുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ വാരിക്കൂരയും കൊടുക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ 5 വർഷം ഈ ഒരു പ്രോഗ്രാം നടത്തിയതാണ്, മതപ്രഭാഷണം. ഈ സാധുക്കളായിട്ടുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പക്ഷെ ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാർ വന്നിട്ട് കണക്ക് പറഞ്ഞ് കാശ് മേടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ പരിപാടി അങ്ങ് നിർത്തിക്കളഞ്ഞു. അത് ആ സ്പോട്ട് ഞങ്ങൾ നിർത്തിക്കളഞ്ഞു. ഇന്നും ആ ഒരു സംഘടനയുണ്ട്, അതിനകത്തൂടെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കാണിക്കുന്നത് കോപ്രായം, തെമ്മാടിത്തരം, തല്ലുകൊള്ളാത്തതിന്റെ സോക്കേടായത്. ഞാൻ പറഞ്ഞില്ലേ, നാറ്റക്കോയ എന്ന് പറയുന്ന ഒരു വേട്ടാവളിയും കാണിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിച്ചിട്ടിരിക്കുക, ഏക്കർ കണക്കിന്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് നക്കാപ്പിച്ച ഒരു സ്റ്റേജ് പ്രോഗ്രാമും വെച്ച് കുറെ യൂട്യൂബർമാരെ വിളിച്ചിട്ട് അവർക്ക് ഞാൻ 5 പവൻ കൊടുത്തു, ഇവർക്ക് ഞാൻ 1 ലക്ഷം രൂപ വീട് വെക്കാൻ കൊടുത്തു എന്നും പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ പൊടിയിട്ട് ജീവിക്കുന്ന വെറും 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 വേസ്റ്റുകൾ. സത്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ട എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരികളും സഹോദരന്മാരും കൃത്യമായിട്ട് ഇതിനൊക്കെ മറുപടി കൊടുക്കണം. നമ്മൾ മിണ്ടാതിരിക്കരുത്. തെറ്റ് കാണിക്കുന്നത് ഏതും ഇതിലാണെങ്കിലും നമ്മുടെ മതത്തിലാണെങ്കിൽ ആദ്യം നമ്മൾ അതാണ് തിരുത്തേണ്ടത്, എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളതേ കയറി പിടിക്കാൻ. എന്തായാലും സുഹരി ഉസ്താദെ, ബിഗ് സല്യൂട്ടാ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് വേണ്ടത്. നിങ്ങളെപ്പോലുള്ളവരാണ് ഈ സമൂഹത്തിന് ഇപ്പോൾ ആവശ്യം. ഈ തുള്ളലുണ്ടല്ലോ, ഒരു 1.5 തുള്ളല, മറ്റേ ഇതാ ഹാലിളകുന്നൊക്കെ പറഞ്ഞു കേൾക്കുമല്ലോ, ഈ ബാധയൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അത്തരത്തിൽ എന്തോ ബാധ കയറിയിട്ട് പിന്നെ നിക്കക്കള്ളിയില്ലാതെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇവന്മാരൊക്കെ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ വരട്ടെ. നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.